കാറ്റിനു കടിഞ്ഞാണിട്ട ബാലൻ, ദ ബോയ് ഹു ഹാഡ് നഴ്സ്ഡ് ദ വിൻഡ്. മലാവിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വില്യം കംക്വാംബ എന്ന ഒരു ബാലൻ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വില്യം. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ഏതൊരു വസ്തു കിട്ടിയാലും അത് തുറന്ന് അതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുവാൻ അവൻ ശ്രമിച്ചിരുന്നു. കർഷക കുടുംബമായിരുന്നു വില്യമിൻ്റേത്. എന്നാൽ വില്യമിന്റെ സ്വപ്നങ്ങൾ വയലുകളുടെ അതിരുകൾക്കും അപ്പുറമായിരുന്നു. അങ്ങനെയിരിക്കെ 2001 അതിഭയാനകമായ ഒരു വരൾച്ച മലാവിയെ ബാധിച്ചു. മഴ പെയ്യാതെ വിളകൾ നഷ്ടപ്പെട്ട് ഭക്ഷണമില്ലാതെ ആ ഗ്രാമം മുഴുവൻ ക്ഷാമം നേരിട്ടു. 14കാരനായ വില്യമും തൻ്റെ കുടുംബവും മറ്റുള്ളവരെ പോലെ കടുത്ത സങ്കടത്തിലും പട്ടിണിയിലുമായി തീർന്നു. ഫീസ് അടയ്ക്കാൻ പണം തികയാതെ വന്നപ്പോൾ വില്യമിന് തൻ്റെ സ്കൂൾ ജീവിതവും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. അറിവ് നേടാനുള്ള അവൻ്റെ ആഗ്രഹം പൂർണ്ണമാക്കാൻ വില്യം അതിഗംഭീരമായി തന്നെ പരിശ്രമിച്ചു. മണിക്കൂറുകളോളം അടുത്തുള്ള ലൈബ്രറിയിൽ ചെലവഴിച്ചു. അവിടെ വെച്ചാണ് അവൻ യൂസിങ് എനർജി എന്ന ഒരു പുസ്തകം കണ്ടെത്തിയത്. ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ചിത്രങ്ങൾ അവനെ ഒരുപാട് ആകർഷിച്ചു. അതിൽ ഒരു ചിത്രം അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ചിത്രമായിരുന്നു അത്. ഈ കാറ്റാടി യന്ത്രത്താൽ കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് തൻ്റെ ഗ്രാമത്തിനുള്ളിൽ വൈദ്യുതിയും വെള്ളവും കൊണ്ടുവരാമല്ലോ എന്നൊരാശയം അവന് മനസ്സിൽ ഉടലെടുത്തു. ഒരാശയം ഉടലെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രാവർത്തികമാക്കാനായി നമ്മൾ പരിശ്രമിക്കണം, അല്ലേ? അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. എന്നാൽ ഒരു യന്ത്രം നിർമ്മിക്കാൻ വേണ്ടുന്ന ഭാഗങ്ങൾ വാങ്ങിക്കുവാൻ പണം ഇല്ലാതിരുന്നതുകൊണ്ട് അവൻ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അത് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനായി അടുത്തും മറ്റുമുള്ള ചവറുകൂനകളിൽ നിന്നും സൈക്കിൾ ഭാഗങ്ങൾ, ഇരുമ്പ് കഷ്ണങ്ങൾ, പ്ലാസ്റ്റിക് പൈപ്പുകൾ എന്നിവ ശേഖരിച്ചു. ദിവസേന അവൻ അക്ഷീണം അതിനുവേണ്ടി പരിശ്രമിച്ചു. എന്നാൽ ഇത് കണ്ട് ചിലർ അവനെ വളരെ മോശമായി തന്നെ പരിഹസിച്ചു. ഈ വരൾച്ചയുടെ കാലത്ത് തൻ്റെ കുടുംബത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാതെ കളിക്കുവാനായി കളിപ്പാട്ടം ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞ് അവനെ എല്ലാവരും മാറ്റി നിർത്തി. പക്ഷേ ഇതൊന്നും കുഞ്ഞു വില്യമിന് തടസ്സമായില്ല. മാസങ്ങളോളമുള്ള പരിശ്രമത്തിന് ശേഷം വില്യമിൻ്റെ കാറ്റാടി മലാവിയിൽ ഉയർന്നു വന്നു. കാറ്റ് അതിൻ്റെ ചിറകുകൾ തിരിക്കുന്നതോടെ ഒരു ചെറിയ ജനറേറ്റർ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ആദ്യമായി അവൻ്റെ വീട്ടിൽ ഒരു വൈദ്യുത ബൾബ് തെളിഞ്ഞു. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. വില്യം കൂടുതൽ കാറ്റാടികൾ നിർമ്മിച്ചു. വെള്ളമെടുക്കുവാൻ പമ്പുകൾ പ്രവർത്തിപ്പിച്ചു. അങ്ങനെ വരണ്ടുണങ്ങിയ മലാവിയുടെ നിലങ്ങളിലേക്ക് അവൻ വെള്ളമെത്തിച്ചു. അവനെ പരിഹസിച്ചവർക്കുള്ള ഉത്തരമെന്നോണം ആ കാറ്റാടികൾ അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല ഒരു നാടിന് മുഴുവൻ രക്ഷയായി മാറി. ഒരു ലളിതമായ ആശയം ജീവിതം മാറ്റിമറിക്കുന്ന യാഥാർത്ഥ്യമായി മാറി. ഭാവിയിലെ വരൾച്ചകളിൽ നിന്നു പോലും തൻ്റെ ഗ്രാമത്തെ സംരക്ഷിക്കാൻ അവന് കഴിഞ്ഞു. വില്യം നിർമ്മിച്ച കാറ്റാടിയെക്കുറിച്ചുള്ള വാർത്ത വ്യാപകമായി തന്നെ പരന്നു. പത്രപ്രവർത്തകരും ശാസ്ത്രജ്ഞരും ആ ബാലനെ കാണാൻ മലാവിയിലേക്കെത്തി. അവൻ്റെ കണ്ടുപിടുത്തം അവനെ ഇൻ്റർനാഷണൽ സയൻസ് കോൺഫറൻസിൽ വരെ എത്തിച്ചു. അവിടെ അവൻ തൻ്റെ കഥ ലോകവുമായി പങ്കുവച്ചു. വില്യമിൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. അവൻ വീണ്ടും സ്കൂളിൽ പ്രവേശിച്ചു. 2007 ടാൻസാനിയയിൽ നടന്ന ടെഡ് ഗ്ലോബൽ സമ്മേളനത്തിൽ സംസാരിക്കുവാനും അവന് ക്ഷണം ലഭിച്ചു. അവൻ്റെ കഥ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കി. അതിനുശേഷം അവസരങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആഫ്രിക്കൻ ലീഡർഷിപ്പ് അക്കാഡമിയിലും പിന്നീട് അമേരിക്കയിലെ ഡാർട്ട്മൗത്ത് കോളേജിലും പഠിക്കുവാനായി സ്കോളർഷിപ്പ് ലഭിച്ചു. വരൾച്ച ബാധിച്ച ഒരു ഗ്രാമത്തിൽ നിന്നും അന്താരാഷ്ട്ര വേദി വരെ അവൻ്റെ കഥ പ്രതീക്ഷയുടെ പ്രതീകമായി മാറി. വില്യം കൊംക്വാബയുടെ കഥ ദ ബോയ് ഹു ഹാഡ് നഴ്സ്ഡ് ദ വിൻഡ് പുസ്തകമായും സിനിമയായും നമ്മുടെ മുന്നിലേക്കെത്തി. ലോകമെമ്പാടുമുള്ളവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഒരു സ്വപ്നവും അസാധ്യമായി കരുതേണ്ടതില്ല. ഒരു വെല്ലുവിളിയും അതിജീവിക്കാൻ പറ്റാത്തതുമല്ല. ഒരു പ്രതിബന്ധവും കടക്കാനാവാത്തതുമല്ല എന്നത് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നാടിനെ രക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് എന്താവാൻ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലാണ് കൊംക്വാബ തൻ്റെ കഥയുമായി വരുന്നത്. ആഗ്രഹം, ധൈര്യം, പ്രതിബദ്ധത എന്നിവയാൽ നിങ്ങൾക്കും ലോകത്തെ മാറ്റാം എന്നാണ് വില്യം കൊംക്വാബയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരുന്നത്.